ഭാരതത്തിലെ ഏറ്റവും പുരാതനവും ഐശ്വര്യപൂർണവുമായ മഹാക്ഷേത്രങ്ങളിലൊന്ന് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് അനന്തശയനത്തിൽ കുടികൊള്ളുന്ന ശ്രീ പത്മനാഭസ്വാമി. ഈ ക്ഷേത്രത്തിന്റെ ചുവരുകൾക്ക് പറയാൻ ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുള്ള കഥകളുണ്ട്. വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഒപ്പം ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച നിഗൂഢതകളുടെയും കഥ. ഈ ക്ഷേത്രത്തിന്റെ പഴക്കം കൃത്യമായി നിർണ്ണയിക്കാൻ ചരിത്രകാരന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല. ബ്രഹ്മപുരാണം, വായുപുരാണം, വരാഹപുരാണം എന്നിവയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട്. കലിയുഗം തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ ഇവിടെ പ്രതിഷ്ഠ നടന്നതായി വിശ്വസിക്കപ്പെടുന്നു. BC 5-ാം നൂറ്റാണ്ടിലെ സംഘസാഹിത്യങ്ങളിൽ ഈ ക്ഷേത്രത്തെ സുവർണക്ഷേത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചില പതികാരത്തിൽ ഭഗവാന് രാജാക്കന്മാർ സ്വർണവും രത്നങ്ങളും സമർപ്പിക്കുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇതിഹാസങ്ങൾ പറയുന്നത് കാസർഗോഡുള്ള അനന്തപുര തടാക ക്ഷേത്രമാണ് പത്മനാഭസ്വാമിയുടെ മൂലസ്ഥാനമെന്നാണ്. വിൽവമംഗലം സ്വാമിയാർ എന്ന ദിവാകര മുനിക്ക് ദർശനം നൽകിയ ഭഗവാൻ ഒരു ദിവ്യബാലന്റെ രൂപത്തിൽ അദ്ദേഹത്തെ പരീക്ഷിച്ചു. തന്റെ പൂജാമുറിയിൽ കുസൃതി കാട്ടിയിരുന്ന ആ ബാലൻ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവായിരുന്നു എന്ന് സ്വാമിയാർ തിരിച്ചറിഞ്ഞില്ല. കോപിഷ്ഠനായ സ്വാമിയാർ ബാലനെ തല്ലി മാറ്റിയപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ അനന്തൻ കാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞ് ആ ബാലൻ മറഞ്ഞു. ദിവസങ്ങളോളം നീണ്ട തിരച്ചിലിനൊടുവിൽ മുനി അനന്തൻ കാട്ടിലെത്തി. അവിടെ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. ആകാശത്തോളം ഉയരമുള്ള ഭീമാകാരമായ രൂപത്തിൽ അനന്തശയനം ചെയ്യുന്ന ഭഗവാൻ. മുനിയുടെ പ്രാർത്ഥന പ്രകാരം ഭക്തർക്ക് ദർശിക്കാൻ പാകത്തിന് ഭഗവാൻ വലിപ്പം കുറച്ചു. എങ്കിലും പൂർണ്ണരൂപം ദർശിക്കാൻ 3 വാതിലുകൾ ആവശ്യമായിരുന്നു. ഇന്നും പത്മനാഭസ്വാമിയെ നാം കാണുന്നത് ഇതേ രീതിയിലാണ്. 8-ാം നൂറ്റാണ്ടിലെ വൈഷ്ണവ സന്യാസിയായ നമ്മാഴ്വാർ ഈ ഭഗവാനെക്കുറിച്ച് 10 പാട്ടുകൾ രചിച്ചു. അന്നത്തെ ചേര രാജാക്കന്മാരായിരുന്നു ക്ഷേത്രത്തിന്റെ ആദ്യകാല സംരക്ഷകർ. 1425-ൽ വീര രവിവർമ്മ മഹാരാജാവ് ക്ഷേത്രത്തിന്റെ കണക്കുകളും ചരിത്രവും രേഖപ്പെടുത്താൻ മതിൽക്കകം രേഖകൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നു. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ലിഖിത ശേഖരമാണിത്. മധ്യകാലഘട്ടത്തിൽ ക്ഷേത്രഭരണം 8 വീട്ടിൽ പിള്ളമാരുടെയും 8 യോഗത്തിന്റെയും കൈകളിലായിരുന്നു. ഇത് രാജകുടുംബവും പ്രഭുക്കന്മാരും തമ്മിലുള്ള നിരന്തര കലഹങ്ങൾക്ക് വഴിമാറി. 1686-ലുണ്ടായ വലിയൊരു തീപിടുത്തത്തിൽ ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പ്രധാന വിഗ്രഹത്തിനും കേടുപാടുകൾ പറ്റി. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ മാർത്താണ്ഡവർമ്മ അധികാരമേറ്റതോടെ ക്ഷേത്രത്തിന് പുതിയൊരു ജീവൻ ലഭിച്ചു. ശത്രുക്കളെ അടിച്ചമർത്തി അദ്ദേഹം ക്ഷേത്രഭരണം തിരിച്ചുപിടിച്ചു. 1730-കളിൽ ക്ഷേത്രം പൂർണ്ണമായും പുനർനിർമ്മിച്ചു. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന 12,008 സാലഗ്രാമങ്ങൾ ഉപയോഗിച്ച് കടുശർക്കര യോഗം എന്ന വിദ്യയിലൂടെ ഇന്നത്തെ ഭീമാകാരമായ വിഗ്രഹം നിർമ്മിച്ചു. ഇത് നിർമ്മാണ കലയിലെ അത്ഭുതമാണ്. ദ്രാവിഡ കേരള ശൈലികളുടെ അപൂർവ സംഗമം. ഓരോ തൂണിലും കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങൾ പുരാണ കഥകൾ വിവരിക്കുന്നു. ഇവിടുത്തെ കൽത്തൂണുകളിൽ തട്ടിയാൽ സപ്തസ്വരങ്ങൾ കേൾക്കാം. 1750 ജനുവരി 3 ചരിത്രത്തിലെ അത്യപൂർവമായ നിമിഷം. മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം മുഴുവൻ ഭഗവാന് സമർപ്പിച്ചു. പത്മനാഭദാസൻ എന്ന പേരിൽ ഭഗവാന്റെ ദാസനായി അദ്ദേഹം ഭരണം തുടർന്നു. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപം, 56 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകൾക്കൊടുവിൽ ക്ഷേത്രം ലക്ഷം ദീപങ്ങളാൽ തിളങ്ങുന്നു. ഇത് കാണാൻ ലോകമെമ്പാടുമുള്ള ഭക്തരെത്തുന്നു. ഭഗവാൻ കടലിൽ ആറാടാൻ പോകുന്ന വഴിയിൽ വിമാനത്താവളമുണ്ടായപ്പോൾ ഭഗവാന്റെ പാതയ്ക്കായി റൺവേ പോലും അടച്ചിടുന്നു. ഇന്നും തുടരുന്ന രാജകീയമായ ഈ ആചാരം ലോകപ്രശസ്തമാണ്. 2011-ൽ സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് തുറന്ന നിലവറകൾ ലോകത്തെ ഞെട്ടിച്ചു. സ്വർണ്ണ വിഗ്രഹങ്ങൾ, രത്നകിരീടങ്ങൾ, പുരാതന നാണയങ്ങൾ, 1,00,000 കോടിയിലധികം മൂല്യമുള്ള നിധിശേഖരം അവിടെ കണ്ടെത്തി. ഇന്നും തുറക്കാത്ത നിലവറ, നിലവറ ബി. ആ വാതിൽ തുറക്കുന്നത് ദൈവകോപത്തിന് കാരണമാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. വാതിലിന് പിന്നിലെ നിഗൂഢത ഇന്നും ഉത്തരമില്ലാതെ തുടരുന്നു. ചരിത്രവും നിഗൂഢതയും ഭക്തിയും ഒത്തുചേരുന്ന ഒരിടം.
ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേവലം ഒരു ആരാധനാലയമല്ല, അത് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അടയാളമാണ്. കാലത്തിന് മായ്ക്കാനാവാത്ത പ്രൗഢിയോടെ അനന്തപുരിയുടെ കാവൽക്കാരനായി ശ്രീ പത്മനാഭൻ ഇന്നും വാഴുന്നു.